ആലപ്പുഴ കായംകുളം CPM ഏരിയ സെക്രട്ടറിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ട പരാജയത്തെ സൂചിപ്പിച്ചാണ് പാർട്ടി അംഗങ്ങളുടെയും അനുഭാവികളുടെയും വിമർശനം രൂക്ഷമായി ഈ പോസ്റ്റിനെതിരെ ഉണ്ടാവുന്നത്. ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷന്റെ വെറുതെ എന്ന തലക്കെട്ടോടു കൂടിയുള്ള പോസ്റ്റാണ് വലിയ രീതിയിലുള്ള വിമർശനം പാർട്ടി അണികൾക്കിടയിൽ നിന്നും ഉണ്ടാക്കുന്നത്. ശരണ്യ സ്നേഹിതൻ നമുക്കൊപ്പമുണ്ട്. ശരണ്യ, വലിയ തോൽവി ഏറ്റുവാങ്ങിയ ഇടമാണ് ആലപ്പുഴ. അതിൽ കായംകുളം അതിരൂക്ഷമായ പാർട്ടിക്ക് തിരിച്ചടി നേരിട്ട ഇടം കൂടിയാണ്. അവിടെ ഇത്തരം ഒരു പോസ്റ്റ് വരുമ്പോൾ ആ പോസ്റ്റ്, വെറുതെ ഇട്ട പോസ്റ്റ് വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാക്കുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് ഇതിന്റെ കമന്റ്? ഒപ്പം അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുമല്ലോ. സജിത്ത്, കായംകുളം ഏരിയ സെക്രട്ടറിയും മറ്റു രണ്ട് ആളുകളുമായി ഇരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പേജിൽ വെറുതെ എന്ന തലക്കെട്ടോടുകൂടി പോസ്റ്റ് ചെയ്തത്. പിന്നീടാണ് ഇതിന് താഴെ പാർട്ടി പ്രവർത്തകരായ ആളുകൾ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വെറുതെ ഇരുന്നത് കൊണ്ട് മാത്രമാണ് കായംകുളത്ത് ഇത്ര വലിയ തിരിച്ചടി പാർട്ടി നേരിട്ടത് എന്നാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, കായംകുളത്ത് BJP നേടിയ വോട്ടുകൾക്ക് മറുപടി പറയേണ്ടത് ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരാണ് എന്നുള്ളതാണ്. ഇത്തരമൊരു കനത്ത പരാജയത്തിലേക്ക് പോയതിന് പിന്നിൽ നേതൃത്വത്തിന്റെ പിഴവാണ് എന്ന ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ പരസ്യ വിമർശനങ്ങളുമായി പാർട്ടി പ്രവർത്തകർ തന്നെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല, കായംകുളത്ത് നമുക്കറിയാം പത്തിയൂർ അടക്കമുള്ള, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആലപ്പുഴയിൽ രൂപം കൊണ്ട ഇടങ്ങളിലൊന്നാണ് പത്തിയൂർ. അവിടെ പാർട്ടി രൂപീകൃതമായ അന്ന് മുതൽ ഇന്ന് വരെ പാർട്ടിക്ക് ഉയർന്ന ഭൂരിപക്ഷം നൽകുന്ന പത്തിയൂറും ദേവികുളങ്ങരയും അടക്കമുള്ള പഞ്ചായത്തുകൾ, അവിടെ വലിയ തോതിൽ പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും BJP ഒന്നാം സ്ഥാനത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ രൂക്ഷ വിമർശനം ഉണ്ടായിട്ടുള്ളത്. CPM-ലെ ഒരു വിഭാഗം നേതാക്കന്മാർ BJP-യിലേക്ക് പാർട്ടി പ്രവർത്തകരെ റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ട്മെന്റ് ഏജൻസിയായി പ്രവർത്തിക്കുന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ അടങ്ങിയ കമന്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആലപ്പുഴയിൽ വലിയ വിവാദമാണ്. തെരഞ്ഞെടുപ്പ് തോൽവി CPM-ൽ വലിയ ചർച്ചകൾ കിടവെക്കുന്നുണ്ട്. ഇതാണിപ്പോൾ കായംകുളത്തും ഉണ്ടാവുന്നത്. കായംകുളത്ത് വെറുമൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും വലിയ വിമർശനങ്ങൾക്ക് ഇടവെക്കുന്നു എന്നത് പാർട്ടിയിൽ നിലനിൽക്കുന്ന ആഭ്യന്തര സംഘർഷം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ശരണ്യാണ് എൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത്.